അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയെ ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വളർച്ചയാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം വേണ്ടത്. അതുകൊണ്ട് ഞാൻ തഹ്ലിയോടൊപ്പം നിൽക്കുന്നു. രണ്ട്, ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന സംഭവം ഇവിടെ മതത്തിന്റെ സംഗതി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സൗകര്യം ഉണ്ടെന്നല്ല ഇയാൾ പറഞ്ഞു വെക്കുന്നത്, ഇവിടെയുള്ള സംസാരിച്ച ആളുകൾ. പക്ഷെ ഇവരെന്താ ചെയ്തു വെക്കുന്നത്? ഇവര് ഇത് കത്തിക്കരുതെന്നാണ് പറയുന്നത്. ഇവിടെ സമസ്തയാണെങ്കിലും ഹുസൈൻ സലഫി ആണെങ്കിലും ഒക്കെ എഴുന്നള്ളിച്ച എന്താണ്? ഇനി ഇവിടെ എഴുന്നള്ളിക്കാൻ പോകുന്നവരുണ്ട്. ഇവരെന്താ പറയുന്നത്? കത്തിക്കരുത്, ഇത് ഞങ്ങളുടെ സാധനത്തിന്, നിങ്ങൾക്ക് കത്തിക്കണ്ടെങ്കിൽ കത്തിക്കണ്ട, പക്ഷെ തഹ്ലിയക്ക് കത്തിക്കരുത്, കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. തൗഹീദ് ചൂണ്ടിക്കാണിക്കുന്നു, ഏകദൈവ വിശ്വാസം എന്നത് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. വിസ്തത്തിന്റെയും പ്രസ്താവനകളിൽ അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കുമാണ്. ആ വ്യക്തിക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നിങ്ങൾ വിട്ടുകൊടുക്കണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്ത് എടുക്കരുതെന്നാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇവർ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നിൽക്കുന്നു എന്ന് പറയുകയും തഹ്ലി ഏതെങ്കിലും തരത്തിലൊരു സംഗതി ചെയ്താൽ അത് ഉടനെ ആളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോവാണ്. തഹ്ലിയക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് എടുക്കണം എന്ന് തോന്നിയതുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളല്ലേ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒച്ചമാളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തഹ്ലിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ നിൽക്കാത്തത്? എന്താണ്? ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഇവിടെ ചോദിച്ചു, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മമ്മൂട്ടി ഇവിടെ കത്തിച്ചു, അല്ലെങ്കിൽ യൂസുഫ് അലി ഇവിടെ കത്തിക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ ഇറങ്ങി തുള്ളി ഇതേപോലെ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇത് ചെയ്യില്ല. അന്നേരം നിങ്ങൾ എന്താ പറയാ? മമ്മൂട്ടി അല്ല ഇസ്ലാം എന്ന് പറയും, യൂസുഫ് അലി അല്ല ഇസ്ലാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തഹ്ലിയ അല്ല ഇസ്ലാം എന്നങ്ങ് പറഞ്ഞ് തീരേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ പറയാതെ ഇത് തഹ്ലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്തു കൊള്ളണം എന്ന് തീട്ടൂരം ഇറക്കാൻ നിങ്ങൾ ആരാണ്? ഹേ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പൊതുവിടങ്ങളിലെ നിഷ്പക്ഷത എന്ന കാര്യം പറയുന്നുണ്ട്. അവിടെയാണ് EMSനെയും EK നയനാരെയും ഇവർ കോട്ട് ചെയ്യുന്നത്. കാരണം അവർ പൊതുസമൂഹത്തിൽ നിഷ്പക്ഷത പാലിച്ചു എന്നുള്ളതാണ്. യെസ്, അതായത് EK നയനാർ കത്തിച്ചിട്ടില്ല, അത് അയാളുടെ സൗകര്യം. തഹ്ലിയ കത്തിച്ചിട്ടുണ്ട്, അത് ആ തഹ്ലിയയുടെ സൗകര്യം. ആ സൗകര്യത്തിന് വിട്ടുകൊടുക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ടീമല്ലേ? അപ്പൊ ഇവരല്ലേ തഹ്ലിയയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അതിന് വിട്ടുകൊടുക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ? ഇപ്പൊ എന്തേ നിങ്ങൾ അത് വിഴുങ്ങുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. മുഹമ്മദ് അമീർ, അങ്ങനെ എന്തിനാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം പാലിക്കണോ വേണ്ടയോ, അത് എത്രമാത്രം പാലിക്കണം, അതിന്റെ പരിധി എത്രമാത്രം എന്ന് നിശ്ചയിക്കുവാനുള്ള അധികാരമുണ്ടല്ലോ. അതിലെന്തിനാണ് ഇടപെടുന്നത്? ശ്രീ മുഹമ്മദ് അമീർ